പ്രീസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇത് 150 കൊല്ലം മുമ്പുള്ള പ്രീസിഡൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഈ സത്യപ്രതിജ്ഞ നിങ്ങൾ കണ്ടില്ലേ? ഈ സത്യപ്രതിജ്ഞയിൽ വന്ന അതിഥികൾ ആരൊക്കെയായിരുന്നു? ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീമതി പ്രിയങ്ക ഗാന്ധി, 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, 2 സംസ്ഥാനങ്ങളിലെ ഉപമുഖ്യമന്ത്രിമാർ, നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗൽ. ഇതിനു മുമ്പ് ഏതെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക്, ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ഇത്രയധികം നേതാക്കൾ ഒരുമിച്ച് വന്ന സമയം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതൃനിരയിലെ BJP പ്രസിഡന്റ്, CPI സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ നിര അല്ലേ? അവിടുത്തെ ക്രൗഡ് എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്തൊരു ക്രൗഡ് അല്ലേ? അത് നമുക്ക് അറിയാമായിരുന്നു മുൻകൂട്ടി സംഭവിക്കുമെന്ന്. അപ്പോൾ സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളും എല്ലാം പരിഗണിച്ച് അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ഇല്ലേ, എല്ലാവരുടെയും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അവിടെ കുറച്ചുപേരെ കൊണ്ടുപോയി താഴെ ഇരുത്തുകയും കുറച്ചുപേരെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തുകയും അല്ല ചെയ്തത്. ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററീസിനെല്ലാം നേരിട്ട് തന്നെ ഞാൻ വിളിച്ചത്. മുൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ടാണ് ക്ഷണിച്ചത്. അദ്ദേഹം സ്നേഹപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തി. ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ബാക്കി ഞാൻ BJP പ്രസിഡന്റിനെല്ലാം ഫോണിൽ MLA ആയിട്ട് ജയിച്ചു വന്ന ആളാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ ബിനോയ് വിശ്വം ഉൾപ്പെടെയല്ല. എനിക്ക് പറ്റാവുന്നത്ര സമയപരിധി എന്താ അറിയാലോ, എല്ലാവരെയും നേരിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ. ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മന്ത്രിസഭയല്ലേ അല്ലേ? അത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചെയ്യണം. അത് കേരളം പുതിയ ചില സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വരുമ്പോൾ ചില സന്ദേശങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ എൻ്റെ ഒറ്റ മറുപടിയല്ല, എപ്പോഴും പ്രീസിഡൻസ് എന്ന് പറയരുത്. ഒരുപാട് പ്രീസിഡൻസ് ഇനി മാറ്റപ്പെടും. ഇതൊരു വേറൊരു ജനകീയമായ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. ഞാനല്ലാതെ പറയേണ്ടത്, നിങ്ങളാണത് വിലയിരുത്തി വാർത്ത കൊടുക്കേണ്ടത്. എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞ? ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.